ചേട്ടാ നമസ്കാരം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പരിചയപ്പെട്ടിട്ട് തോന്നണോ അല്ലേ? എന്താ പറയാ, പൂരത്തിന് നേരത്തെ വന്നാണോ അതോ? ഞാനിവിടെ എല്ലാ കൊല്ലവും ഈ സമയത്ത് ഇവിടെ ഉണ്ടാവാറുണ്ട്. ജനക്കത്തൂരിൻ്റെ ഭക്തിഗാനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരു 5ഓളം ഭക്തിഗാനങ്ങൾ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു പാട്ടൊക്കെ പാടിയിരുന്നു. അതെ, 5ാമത്തെ ഭക്തിഗാനമാണ് ഇപ്രാവശ്യം ഇറക്കിയത് ജനക്കത്തൂർ നമ്മുടെ. ഇപ്പോൾ താഴത്തേക്കാവിൽ കൊടിക്കൂറ ഇറങ്ങിക്കഴിഞ്ഞാൽ ഭഗവതി മേലേക്കാവിലേക്ക് എഴുന്നള്ളും. അതോടെ ജനക്കത്തൂർ പൂരം തുറക്കുകയാണ്. ഇന്ന് ജനക്കത്തൂരിൻ്റെ പ്രധാനപ്പെട്ട മകന്നാൾ ജനക്കത്തൂരമ്മയുടെ പൂരം ആഘോഷിക്കാൻ പോവുകയാണ് എല്ലാവരും. അതിൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും. ഭഗവതിയുടെ ഒരു ചരിത്രഗാനം എഴുതിയിട്ടുണ്ട്. അതുപോലെ ഈ പ്രാവശ്യം ദേവിയമ്മ എന്നൊരു കേസറ്റ് ഭഗവതിക്ക് വേണ്ടി എഴുതി പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങളാണ് ഇത്തവണ എഴുതിയിട്ടുണ്ടോ പുതിയ പാട്ട്? ഇപ്രാവശ്യമാണ് ദേവിയമ്മ എന്ന പുതിയ പാട്ട് റിലീസ് ചെയ്തിരുന്നത്. 10 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. നമ്മളൊരു സ്റ്റാളായിട്ട് ഇട്ടിരുന്നു. അതിന് നമ്മുടെ ദേവസ്വം മറ്റുള്ളവരെല്ലാവരും നമ്മളെ സഹകരിച്ചു. അതിൽ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ നമ്മളെ സഹായിച്ച് നമ്മളിവിടെ 10 ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ രാവിലത്തോടെ അത് പൂരം അല്ലേ, അപ്പോൾ നമ്മുടെ പൂരത്തിന് നമ്മൾ ബിസിനസ്സായിട്ട് നടക്കാൻ പാടില്ലല്ലോ. ബിസിനസ്സായിട്ടല്ല അത് കണ്ടിരുന്നത്. നമ്മൾ ചെനക്കത്തൂരമ്മയ്ക്ക് ഒരു വഴിപാടായിട്ട് ചെയ്യുകയാണ്. അല്ലാതെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് CD ഒന്നും അധികം വിൽപ്പനയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഭഗവതിയുടെ മുന്നിൽ പാട്ട് വെച്ച് ഇരിക്കുന്നതിന് നമുക്ക് വലിയൊരു ഭാഗ്യമല്ലേ. നമ്മുടെ മുന്നിൽ ഇരിക്കാൻ കഴിയുന്നതിന് വലിയൊരു ഭാഗ്യമായി കരുതുന്നു. ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നു, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം നമുക്ക് ചെനക്കത്തൂരമ്മയെ പറ്റി ഭക്തിഗാനം എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. പാട്ട് വരി അറിയില്ലേ? നമ്മൾ കാണാതെ കുറച്ച് വരി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്തായാലും. ഈ വർഷം എഴുതിയ വരി: തെക്കുന്നു വന്നൊരു ദേവിയമ്മ, നിളയും കടന്നങ്ങു വന്നോരമ്മ, തെക്കോട്ടു തിരിഞ്ഞങ്ങിരിക്കുന്നമ്മ, ചിനക്കത്തൂർക്കാവിലെ ദേവിയമ്മ. ഇതാണ് തുടക്കം. ഈ പ്രാവശ്യത്തെ ഭക്തിഗാനം ഇതാണ് തുടക്കം. അതുപോലെ ചരിത്രഗാനമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നതും. ഈ ചരിത്രഗാനം വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഇവിടെ അങ്ങനെ നിലയുറച്ച് നിൽക്കും നമ്മൾ ഇവിടെ സ്റ്റാളൊക്കെ ഇടുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു മഹാഭാഗ്യം നമുക്ക് ലഭിക്കും. ഈ ചെനക്കത്തൂർ അമ്മയെ കുറിച്ച് വർണ്ണിച്ച് പാട്ട് എഴുതുമ്പോൾ പറയുമ്പോൾ നമ്മൾ കുറേ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഓരോ വർഷവും ഇതിനെ ഓരോ തീം കണ്ടെത്തുക എന്നുള്ളത് വെല്ലുവിളിയാണ്. അങ്ങനെയില്ല. നമ്മൾ ഒരു ഭക്തിഗാനം എഴുതണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഭഗവതി അത് നമ്മുടെ മുന്നിലേക്ക് ആ വരികൾ അങ്ങനെ എത്തിച്ചു തരും. അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. സാമ്പത്തികമായിട്ടായാലും മറ്റുള്ളതായിട്ടായാലും ഞാനൊരു ആംബുലൻസ് ഡ്രൈവറാണ്. അപ്പോൾ സാമ്പത്തികമായി നമ്മൾ പിന്നോക്കമാണെങ്കിലും ആ സമയം വരുമ്പോൾ ഭഗവതിക്ക് വേണ്ടി ഭക്തിഗാനം എഴുതാൻ നമുക്ക് കഴിയുന്നതും അത് വലിയൊരു ഭാഗ്യമായി കാണുന്നു. കുറച്ച് പൈസ വരുമല്ലോ, ചിലവ് വരുമല്ലോ. അപ്പോൾ അത് ഭഗവതി ആ സമയത്ത് എത്തിക്കും. ചെനക്കത്തൂരമ്മയുടെ ഭക്തിഗാനം ഇറക്കിയിട്ട് ഇന്നത്തെ വരെ എനിക്കൊരു നഷ്ടം ഉണ്ടായിട്ടില്ല എന്നാണ് എല്ലാവരും ചോദിക്കും. എങ്ങനെ ഇത് മുതലാവണം, എങ്ങനെ ഇത് ഇറക്കിയിട്ട് ചോദിക്കും. അപ്പോൾ നമുക്ക് അമ്മ നമ്മുടെ കൂടെ ഉണ്ട് എപ്പോഴും. അതാണ് വിശ്വാസം നമ്മുടെ. അപ്പോൾ പുതിയ നമ്മൾ ഈ ഭക്തിഗാനം അല്ലാതെ നമ്മൾ എന്തൊക്കെയാണ്? ഞാനിപ്പോൾ പുതിയതായിട്ട് നമ്മുടെ പുതുതലമുറകൾക്കായിട്ട് രാമായണം പുസ്തകമായിട്ട് ഇറക്കാൻ പോകുന്നുണ്ട്. രാമായണത്തിലെ കഥകൾ മാത്രം എടുത്തിട്ട്, അതായത് നമ്മൾ ശ്ലോകങ്ങളില്ലാതെ കഥകൾ മാത്രമായിട്ട് ഒരു രാമായണം പുസ്തകം ഇറക്കണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ പ്രിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മൾ 17 ദിവസം ഇവിടെ തോൽപ്പാവക്കൂത്ത് പറയാൻ വരാറുണ്ട് ചെനക്കത്തൂർ. അപ്പോൾ അതിൻ്റെ ആദ്യഘട്ടങ്ങളും മറ്റും എല്ലാം നമ്മുടെ സദാനന്ദ പലവരുടെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിനെ ദേവസ്വം ബോർഡും മറ്റുള്ള അമ്പലത്തിലെ ഭാരവാഹികളും ദേശകമ്മിറ്റി ഭാരവാഹികളും എല്ലാവരും നമ്മളോട് സഹകരിക്കാറുണ്ട്. അപ്പോൾ ചിനക്കത്തൂരിലെ ഗരുഡപ്പത്ത് അതൊരു പ്രധാനപ്പെട്ട ഒരു ഇതാണ്. 14 കളരിക്കൂത്ത് ദിവസമാണ്. നമ്മുടെ KV തമ്പി മുമ്പ് നടത്തിയിരുന്ന കൂത്തായിരുന്നു അതിപ്പോൾ ഗംഭീരമായിട്ട് ഗരുഡപ്പത്ത് ഇപ്രാവശ്യം ഗംഭീരമായി നടന്നു. ചെനക്കത്തൂരിനെ പറ്റി വർണ്ണിക്കാൻ ഒരുപാടുണ്ട്. അതുകൊണ്ട് അതെ, പാട്ട് നമുക്ക് എത്ര എഴുതിയാലും തീരില്ല. അതാണ്, അങ്ങനെ അത്രയും വർണ്ണിക്കാണ്ട് ചെനക്കത്തൂരമ്മയെ പറ്റിയിട്ട്. അപ്പോൾ അടുത്ത വർഷത്തേക്കുള്ള പാട്ടും കൂടി നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. പാട്ടിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഭഗവതിയെ പറ്റിയിട്ട്. അപ്പോൾ ഓരോന്നിങ്ങനെ ഇപ്പോൾ അടുത്ത പ്രാവശ്യം എഴുതാനുള്ള പാട്ടിൻ്റെ ഇപ്പോഴും നാവിൽ വന്നിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ ഞാൻ പാട്ട് എഴുതുക പറഞ്ഞു കഴിഞ്ഞാൽ എഴുതാനായിട്ട് ഇരിക്കാറില്ല പൊതുവെ. രാവിലെ പ്രഭാത സവാരി ഉണ്ട്. ഒരു 4 മണിക്ക് നീച്ചൊരു 4 കിലോമീറ്റർ നടക്കും. ആ സമയത്താണ് ഈ പാട്ടുകളൊക്കെ എഴുതുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കും, ഇതിപ്പോൾ എങ്ങനെ ഈ നടക്കുമ്പോൾ പാട്ട് എഴുതണമെന്ന് ചോദിക്കും. ശരിയല്ലേ? അപ്പോൾ ഞാൻ നമ്മുടെ വാട്സപ്പിൽ വോയിസായിട്ട് ആ പാട്ടിൻ്റെ വരികൾ ഇട്ട് പിന്നെ നമ്മുടെ ഒഴിവുള്ള സമയത്ത് നമ്മൾ എഴുതിയെടുക്കാറാണ് പതിവ്. ആംബുലൻസ് ഡ്രൈവറായതുകൊണ്ട് അതിൻ്റേതായ തിരക്കുകളും അറിയാലോ. എല്ലാതും അതിൻ്റെ തിരക്കുകളൊക്കെ ആയിട്ട് എല്ലാ തിരക്കിൻ്റെ ഇടയിലും അമ്മയെ മറക്കാതെ നമ്മൾ അത് കൊണ്ടുപോകുന്നുണ്ട്. അതാണ്. എന്തായാലും കൂടുതൽ എഴുതാൻ കഴിയട്ടെ. സന്തോഷം. ഒരിക്കൽ കൂടി